ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിച്ചു കൊള്ളട്ടെ. ഇയ്യോബ് 3. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ. ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ. അത് ഉഷസ്സിൻ്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായിരുന്നതെന്തിന്? ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും, അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ. അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു. അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു. പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു. ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ. ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നതിലുമധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു. എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല. പിന്നെയും അതിവേദന എടുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന പ്രിയപ്പെട്ടവർ, സ്റ്റുഡിയോയിൽ ദൂരത്ത് നിന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ശ്രവിക്കുന്ന പ്രിയ ആത്മസ്നേഹിതർ എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. വളരെ നല്ല ഒരു ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൽ, പഴയ നിയമ പുസ്തകമാകുന്ന ഇയ്യോബിൻ്റെ പഠനത്തിൽ 5-ാമത്തെ ലെസനാണ് എന്ന് തോന്നുന്നു, 5th ലെസൺ. ഈ അധ്യായം വായിച്ചപ്പോൾ തന്നെ അങ്ങ് ഡിപ്രസിംഗ് ആയി തോന്നിക്കാണുമെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്നവർ വിരളമാണ്. ഞാൻ ഒരിക്കൽ ഒരു പ്രസംഗം കേട്ടു. ഈ പുസ്തകം അതായത് നമുക്ക് യോജിച്ചതേ അല്ല എന്ന് പറഞ്ഞാൽ, കൃപായുഗത്തിൽ ജീവിക്കുന്നവർക്ക്
ഇത് യോജിച്ചതല്ല. എങ്കിലും അപ്പസ്തോലൻ്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുന്നത് അന്വർത്ഥമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യം ആകയാൽ നമ്മെ ഇത് ഗുണപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും വളർത്തുന്നതുമായതുകൊണ്ട് ഈ പുസ്തകത്തിനകത്തുള്ള 42 എല്ലാ അധ്യായവും നമുക്ക് പ്രയോജനകരമാണ്. പുസ്തകം പഠിച്ചിട്ടുള്ളവർ പറയുന്നത് 3-ാമത്തെ അധ്യായമാണ് ദ ഡാർക്കസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇരുൾ നിറഞ്ഞ അധ്യായമാണ് 3-ാമത്തെ അധ്യായം. അതിലേക്കാണ് നമ്മുടെ ഈ വായന ഭാഗത്തിൽ വന്നു ചേരുമ്പോൾ ഇവിടെ നമുക്ക് പഠനത്തിനായി വരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭക്തനായ മനുഷ്യൻ ഇയ്യോബ്, ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും എന്ന് ദൈവം തന്നെ എൻഡോഴ്സ് ചെയ്ത ദൈവഭക്തൻ. തനിക്ക് തന്നെ പേര് സമ്പാദിച്ചതോ നാട്ടുകാർ കൊടുത്തതോ അല്ല, ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു അഡ്രസ്സാണ്, ആ ഒരു പ്രശംസാ വാക്കുകളാണ്. അതുകൊണ്ട് ദൈവഭക്തനായ മനുഷ്യൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കാനും വർദ്ധിച്ചു വരുവാനും ദൈവം ഇടയാക്കി. 10 മക്കളെ നൽകി, ചുറ്റുപാടുകളെ വർദ്ധിപ്പിച്ചു, ദേശത്ത് പ്രസിദ്ധനായി, നല്ല നടപ്പുള്ളവനായി ജീവിച്ചു. എന്നാൽ നമ്മൾ ആ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ശോധനയിൽ കൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാനിടയായി. അതായത് ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നത് വെറുതെയാണ്, ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം ലഭിച്ചതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്നാണ് സാത്താൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ദൈവം അത് സാത്താൻ്റെ മുമ്പിൽ തെളിയിക്കാൻ ഹൃദയത്തിൽ തീരുമാനിച്ചു എന്നാണ് എൻ്റെ വിചാരം. അതിന് സാമ്പിളായിട്ടെടുത്തത് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഭക്തനായ മനുഷ്യൻ. അതുകൊണ്ടാണ് നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിലും അധികം പരീക്ഷ ദൈവം നമുക്ക് തരികയില്ല. ഈ മനുഷ്യനെ തമ്പുരാൻ ആധ്യാത്മിക ബാലൻസിലെ ത്രാസയിലൊന്ന് തൂക്കിയെന്നാണ് എൻ്റെ വിചാരം. തൂക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവനെ ഈ പരിശോധനയിൽ കൂടെ പൊന്നുപോലെ ശോധന ചെയ്താൽ, തീയിൽ കൂടെ ശോധന ചെയ്താൽ പൊന്നുപോലെ തന്നെ ഇവൻ പുറത്തു വരും. വെരി കോൺഫിഡൻറ്റ്. അതുകൊണ്ട് സാത്താനോട് പറഞ്ഞു, ഞാൻ അവനുള്ളതൊക്കെ തൊടാൻ അനുവാദം തരും. അതുപോലെ അവൻ ചെയ്യുകയും ചെയ്തു. സമ്പത്ത് ആദ്യം കൊണ്ടുപോയി, ആടുമാടുകൾ, കഴുതകൾ, കാളകൾ എല്ലാം പോയി, ദാസന്മാരും പോയി. രണ്ടാമതായി മക്കളെ തൊട്ടു, 10 പേരും ഒരുമിച്ച് പോയി. അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായെന്ന് മാത്രമല്ല, ഇതെല്ലാം വൺ ആഫ്റ്റർ അനദർ എന്ന് പറയും. അതായത് ഒന്നിൻ്റെ പുറകെ ഒന്ന്. ഇതാണല്ലോ നമുക്ക് സഹിക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നാനാ പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭയങ്കര പരീക്ഷയാണ്. നാനാ പരീക്ഷകൾ തുടർമാനമായി വരുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വേദനയുണ്ടാകും. ഇത് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് വേദന വന്നു. 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു എന്ന് നാം വായിക്കും. എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ലക്ഷണമാണ്, ആഴമായ ദുഃഖത്തിൻ്റെ ലക്ഷണമാണ് അവിടെ കാണുന്നത്. എന്നാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഫസ്റ്റ് റെസ്പോൺസ്. ഈ വിശ്വാസിയുടെ അകത്തിരിക്കുന്ന എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് അല്ല, അത് ചിന്തിച്ചുള്ളതാണ്. ഈ ചിന്തിക്കാതെ തന്നെ അകത്തുനിന്ന് വരുന്ന റെസ്പോൺസ് ഉണ്ട്, ഇല്ലയോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ജർമ്മൻകാരെ ഈ ഇംഗ്ലണ്ടിലെ ആർമിക്കകത്ത് നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ ഒറ്റുനോക്കാനായിട്ടൊക്കെയാണ്, സ്പൈ ചെയ്യാനായിട്ട്. ഇംഗ്ലീഷുകാരെ പോലെ പെരുമാറുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷുകാരൊരു കാര്യം കണ്ടുപിടിച്ചു, മാർച്ച് ചെയ്ത് പോകുന്ന ഉടനെ പുറകിൽ നിന്ന് ഉപ്പൂറ്റിക്കൊരു തൊഴി കൊടുത്താൽ ആ വേദന വരുമ്പോൾ ആദ്യം വരുന്നത് ഇംഗ്ലീഷല്ല, ജർമ്മനാണ്. കാരണം എന്നാണെന്നറിയാമോ? ജർമ്മനാണ് അകത്തിരിക്കുന്നത്.
ദൈവവൈതലിൻ്റെ ഉള്ളിൽ ഈ ദൈവകൃപ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിവേദന വന്നപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു, ദൈവമേ നിനക്ക് സ്തുതി. നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് അത് കേട്ടോ, പക്ഷെ അത് പറഞ്ഞ സാഹചര്യം ഓർക്കണം. ദൈവമേ നിനക്ക് സ്തുതി. തമ്പുരാൻ സന്തോഷിച്ചു. പൈശാചികൻ ലജ്ജിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ആ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ലജ്ജ എന്ന് പറയുന്ന ചിലർക്കുള്ളൊരു പ്രയാസമായത്, ഈ ലജ്ജ ആ ഒരു ആറ്റിറ്റ്യൂഡില്ല. എന്തോ വന്നാലും ഈ ഭയങ്കര തുലിക്കെട്ടിയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, അതേ നീ അവനെ വേണ്ട പോലെ തൊട്ടില്ല. ഈ ഒരു പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു സാക്ഷ്യവും പറഞ്ഞു. അതായത് ഈ കാണുന്ന സമ്പത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ വന്നപ്പോൾ ഇതൊന്നും കൊണ്ടല്ല വന്നേ. എനിക്കൊരു കാര്യം അറിയാം, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ ഇച്ചിരി നേരത്തെ ഇത് പോയെന്നേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. യഹോവ തന്നു, യഹോവ എടുത്തു. ആറ്റിറ്റ്യൂഡ് ഓഫ് താങ്ക്സ് ഗിവിങ്, സ്തോത്രം ചെയ്തു. എന്നാൽ ഇതിനകത്ത് വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, ഇതിലൊന്നിനും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇതെഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരു പാട്ടിൻ്റെ ചരണം വന്ന്, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. അടുത്തത് ചേർന്ന് പോകണ്ട, ആർത്തുപാടി ഞാൻ. ഇങ്ങനെയും പാട്ട് എഴുതുന്നവരുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും, അതാണ് ഈ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ പറഞ്ഞത്. എന്നാൽ പൈശാചികൻ മടുത്തില്ല. അവനെ അല്പം കൂടി ആഴമായി തൊടാൻ, ത്വക്കിന് പകരം ത്വക്ക് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ ഉള്ളത് തിരിച്ചറിയാമെന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ അവൻ്റെ പ്രാണനെ തൊടരുത്, ഞാൻ അനുവാദം തന്നിരിക്കും. അവൻ വന്ന് ബാധിച്ചു, വലിയ പരുക്കളെ കൊണ്ട് നിറഞ്ഞു. അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. 2:8. സിവിയർ പെയിൻ, ശാരീരികമായിട്ടുള്ള അതികഠിനമായ വേദന. ഈ സമയത്ത് ഹൃദയത്തിനകത്ത് ശപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇയ്യോബിൻ്റെ ഉള്ളിൽ അത് വന്നു കാണുകയില്ല. എന്നാൽ ഭാര്യ അടുത്ത് നിന്ന് പറഞ്ഞു, ഇത്രയൊക്കെ ആയില്ലയോ, ഇനിയെങ്കിലും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കള. എന്നാൽ വിശ്വാസത്തിൻ്റെ ആഴം ഭക്തനായ മനുഷ്യനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിൽ നിന്നാണ്, ഒരുപാട് നന്മ അനുഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതൊക്കെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ്, ഫ്രം ഹിസ് ഹാൻഡ്സ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാകും. തിന്മ വരുന്നതും ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാകും. എത്ര മനോഹരമായ വിശ്വാസം, ഇല്ലയോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം സമർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ദ ഗിവർ ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഗുഡ്. ചിന്തിക്കണേ ആ ഭാഗം. തരുന്നത് ദൈവമാണ്, എൻ്റെ ദൈവം നല്ലവനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തു വന്നാലും ഞാൻ തള്ളിപ്പറയില്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിക്ക് ആഴം കൂട്ടിയ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ തനിയായി. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് നോക്കാട്ടെ. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ടിരുന്നു, ചാരത്തിലിരുന്നു. നോബഡി, ആരുമില്ല. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് ചില സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പാൻ വന്നു. തേമാന്യനായ ഏലിഫസ്, ശൂഹന്യനായ ബിൽദാദ്, നയമത്യനായ സോഫർ. 2:11. അവർ തമ്മിൽ പറഞ്ഞൊത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒന്നും സംസാരിക്കാതെ 7 ദിവസം ഇരുന്ന്. ഏറ്റവും മനോഹരമായ ഒരു രംഗമാണ്. കംഫർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കാൻ തുനിയും. ചില സമയത്ത് സംസാരിക്കാതെ
ചേർന്നിരുന്ന് അവരുടെ വേദനയുടെ ഒരു പങ്ക് ഒന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവർ ഏറെ ധന്യരാകും. ചിലപ്പോൾ നമ്മൾ ഭോഷത്വം പറയാൻ ഇടയാകും. വളരെ ശാന്തമായി അവിടെ ഇരുന്നു. എത്ര മനോഹരം! ഇതിൻ്റെ വെളിച്ചത്തിലാണ് 3-ാമത്തെ അധ്യായം. 7 ദിവസം നിശബ്ദനായി തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതരോടൊപ്പം ഇരുന്നു. 7 ദിവസം. എന്നാൽ അനന്തരം എന്ന് പറഞ്ഞിരിക്കുന്നു. അനന്തരം വളരെ ഇരുൾ നിറഞ്ഞ ഒരു അധ്യായമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ താൻ ജനിച്ച ദിവസത്തെ ശപിക്കുക. 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ ഞാൻ ജനിച്ചത് എന്തിനെന്ന് ചിന്തിക്കുക. വൈ വാസ് ഐ ബോൺ? അതായത് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ അവസാനിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. 13 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മരിക്കുന്നതാണ് ബെറ്റർ. അതൊരു വിശ്രമത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ വേദനയിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്? സോ ഇറ്റ്സ് ബെറ്റർ ടു ഡൈ. അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിന് വല്ല ഒരു ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അതിനകത്ത് ഒരർത്ഥമുണ്ടോ? ഈസ് ഇറ്റ് വർത്ത് ലിവിങ്? അതാണ് എൻ്റെ അർത്ഥം. ജീവിക്കുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമില്ലയോ? അതാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രത്യേകിച്ച് 19ഉം 20ഉം വാക്യത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് മരിക്കുന്നത് ലാഭം എന്ന് ചിന്തിച്ചിരിക്കുന്ന, വളരെ ആഴമായി വേദനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് ഓരോന്നായി നോക്കാം. 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അദ്ദേഹം ജനിച്ച ദിവസത്തെ ശപിക്കുകയാണ്. വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഈ മനുഷ്യൻ്റെ ബലഹീനത, അതായത് ശക്തനായും വലിയവനായുമാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്ചർ ഉണ്ടല്ലോ, പെട്ടെന്ന് താഴോട്ട് വരുന്നത് പോലെ തോന്നുന്നു. ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര ശക്തനായാലും നിലനിർത്തുന്നത് ദൈവകൃപയാണെന്നുള്ളത് ഓർത്തുണ്ടാച്ചാൽ മതി. നോ മാറ്റർ ഹൗ സ്ട്രോങ് ഈസ്, നിൽക്കുന്നത് ദൈവകൃപയല്ല. ഇന്ന് വാഴ്ത്തിപ്പാടാൻ ശക്തി തന്ന, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ശപിക്കുവാനുള്ള ആഹ്വാനം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ദൈവകൃപയും ശക്തിയും ഉണ്ടായിരുന്നൊരു മനുഷ്യൻ ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്ഷീണിതനാകുകയാണ്. തോൽക്കുന്നില്ല, നമ്മളതിലേക്ക് കടന്നു വരും. എങ്കിലും ക്ഷീണിതനാകുന്നു, തൻ്റെ ജന്മദിവസത്തെ ശപിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷമുള്ള വാക്യങ്ങൾ 3-6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ താൻ ജനിച്ച ദിവസത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ആ രാത്രി ഇല്ലാതെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. ആ രാത്രി മച്ചിയായിരിക്കട്ടെ എന്ന്, സന്ധ്യാനക്ഷത്രങ്ങൾ അന്ന് ഇരുണ്ടു പോകട്ടെ എന്നൊക്കെയാണ് അവിടെ നാം കാണുന്നത്. അതായത് ജീവിക്കുന്നതിന് ഒരു ഉദ്ദേശം കാണുന്നുമില്ല. തൻ്റെ ജീവിതത്തിൽ വലിയ വേദന. എപ്പോഴും ഓർക്കണേ, വേദനയൊക്കെ വരുന്ന സമയത്ത് ചിലർ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്, ഇനിയും ജീവിച്ചിട്ട് എന്ത് കാര്യം. ഇവിടെ ഇരിക്കുന്ന അനേകരും കേൾക്കുന്ന അനേകരും ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. ഒരു വിധത്തിൽ ചിലപ്പോൾ ഉള്ളിൽ കൂടെ ആ ചിന്ത പോകാനും സാധ്യതയുണ്ട്. അതിവേദന വരുമ്പോൾ, പ്രയാസങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ചു വരുമ്പോൾ, ഒരു വഴിയും മുമ്പോട്ട് കാണാതെ വരുമ്പോൾ ചിലർ ചിന്തിക്കും, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം. അവിശ്വാസി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ചിന്ത അനർത്ഥത്തിലേക്ക് നയിക്കുന്നത്. വിശ്വാസിയുടെ ഉള്ളിൽ കൂടെയൊക്കെ ആ ചിന്തകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമെങ്കിലും അതിനകത്തുനിന്ന് ജയിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് യോബിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് പോലെ. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നമുക്ക് 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ എൻ്റെ പ്രാണൻ
ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് പോകാതിരുന്ന എന്താ? എൻ്റെ അമ്മ എന്നെ പരിപാലിച്ചത് എന്തിനാ? അതൊക്കെ ഹൃദയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനല്ലോ. അങ്ങനെ ഇങ്ങ് ചിന്തിക്കുകയാണല്ലേ. എന്ത് കണ്ടത് എനിക്ക് ലഭിച്ചു? ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒരു പടയാളി മുറിവേറ്റെന്നല്ല പറയണ്ടേ, വളരെ ഒരു ഗ്രനേഡ് പൊട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ രണ്ടും നഷ്ടപ്പെട്ടു, കാലും നഷ്ടപ്പെട്ടു, ഒരു കാലും നഷ്ടപ്പെട്ടു, മുഖത്ത് പൊള്ളലേറ്റു, അതുകൊണ്ട് അല്പം വിരൂപനുമായി. എങ്കിലും സ്നേഹിതരെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരുടെ പരിചരണം കൊണ്ടൊക്കെ ആയുസ് നിന്നു. അപ്പോൾ ഇങ്ങനെ റിക്കവർ ചെയ്ത് വരുന്ന സമയത്ത് അതുവഴി ചാപ്ലിൻ ചെന്നപ്പോൾ ചാപ്ലിനോട് ആ പടയാളി ചോദിച്ചു, എൻ്റെ സ്നേഹിതരെന്നെ ആ സ്ഥലത്ത് എന്നെ രക്ഷിച്ചത് എന്തിനാ? ഈ അവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് അങ്ങ് പോയേനല്ലോ. അവരെന്നെ രക്ഷിച്ചത് എന്തിനാ? യോബിൻ്റെ ചോദ്യം പോലിരിക്കുന്നു. അതിനോട് ചേർത്ത് ആ പടയാളി ചോദിച്ചു, എന്നെ ഇനി ആർക്ക് വേണം? 2 കൈയില്ല, ഒരു കാലില്ല, മുഖം വിരൂപനായി, എന്നെ ഇനി ആർക്ക് വേണം? അപ്പോൾ ഭക്തനായ മനുഷ്യനായിരുന്നു ആ ചാപ്ലിൻ. അദ്ദേഹം ശാന്തമായി ബെഡ് സൈഡിലിരുന്ന് പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ആവശ്യമുള്ള ഒരാൾ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. യേശു കർത്താവിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. നിരാശയുടെ പടുകുഴിയിൽ വീണ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ആ അനുഭവത്തിൽ കർത്താവിനെ അറിഞ്ഞു. യോബ് അറിയാതെ അതേ ചോദ്യം ചോദിച്ചു, ഇനി എന്താ ആശ? ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്നെ ഇനി ആർക്ക് വേണം? ഹു നീഡ്സ് മീ? ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ വേറൊരു ദുർചിന്തയോടെ കയറി വരുന്നു. അതായത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. അത് 17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ കാണാൻ കഴിയും. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ. കാരണം അവിടെ ആണെങ്കിൽ ഈ ദുർജനം എന്നെ ഉപദ്രവിക്കത്തില്ലല്ലോ, സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. ഉണ്ടോ? അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു. അപ്പോൾ അതേ ആഗ്രഹിക്കുകയാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ. അപ്പം ജീവിക്കുന്നതിന് ഉദ്ദേശമുണ്ടോ? ഞാൻ ജനിച്ച ദിവസത്തെ ഞാൻ ശപിക്കുന്നു എന്ന് അവസാനം ഇപ്പോൾ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതാണ് നല്ലത്. അവസാനം അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നോക്കിക്കാട്ടെ, 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഈ അരിഷ്ടന് പ്രകാശം എന്തിനാ? ദുഃഖിതന്മാർക്ക് ജീവൻ കൊടുക്കുന്നത് എന്തിനാ? അതായത് ദുഃഖത്തിനകത്താണ്ട് ജീവിക്കുന്നവർക്ക് ആയുസ് എന്തിനാന്നാ? അവർക്ക് ആയുസ് എന്തിനാ നീട്ടിക്കൊടുക്കുന്നത്? ചിലപ്പോഴൊക്കെ മനസ്സിൽ കൂടെ പോകുന്നൊരു ചോദ്യമല്ലേ. അതീവ ദുഃഖത്തിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളും അറിയാവോ അതങ്ങ് കുറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുകയില്ലേ? അതേ ചോദ്യം അയ്യോ ഉപയോഗിക്കുന്നത്. ഇത്രയും ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിനകത്ത് ഈ ദുഃഖിക്കുന്നവന് എന്തിനാണ് ആയുസ്? വൈ ഷുഡ് സഫറിങ് മാൻ ലിവ്? വേദനിക്കുന്നവൻ ജീവിക്കുന്നത് എന്തിനാ? യോബ് ചോദിച്ചതിനകത്ത് നമ്മൾക്ക് അതിശയിക്കാനൊന്നുമില്ലല്ലോ. അത് വേദനയുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ ഒന്നുമില്ല. അതിൻ്റെ നടുവിൽ ചാരത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഈ ദുഃഖിക്കുന്നവൻ എന്തിനാണ് ജീവിക്കുന്നത്? അതിനോട് ചേർത്ത് 24 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ തൻ്റെ വേദന വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അതിവേദന എടുക്കുന്നു. 26ൻ്റെ അവസാനം നോക്കിക്കോട്ടെ, അതിവേദന എടുക്കും. ഇപ്പോൾ യോബ് സംസാരിക്കുകയാണ്. ഇതുവരെ 7 ദിവസം മിണ്ടാതിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഈ സ്പീക്കിംഗ്. അവൻ സംസാരിക്കുന്നതിനകത്ത് അവൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് കേട്ടോ. നമ്മുടെ സംസാരത്തിൽ കൂടെയൊക്കെ വിശ്വാസം കാണാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലുള്ള നമ്മുടെ സംസാരത്തിൽ വിശ്വാസത്തിൻ്റെ അളവുകൾ നമുക്ക് ധാരാളമായി കാണാം.
അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പിന്നീടുള്ള വാക്കുകളിലൊക്കെ വലിയ ആഴം. അവൻ എന്നെ കൊന്നാലും, അദ്ദേഹത്തിൻ്റെ വാക്കാകട്ടോ, ഞാൻ അവനായി കാത്തിരിക്കും. ഉണ്ടോ? എബ്രായ ബാലന്മാരുടെ ഭാഷ നോക്കിക്കോണേ, ശോധന വളരെ വലുതായിരുന്നു. എന്തായിരുന്നു? തീയിലിട്ടാലും, 7 ഇരട്ടി ചൂടുള്ള തീയിലിട്ടാലും ഞങ്ങൾ ഈ ബിംബത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കത്തില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ നമ്മുടെ വാക്കുകൾ അതിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഓർക്കണം. ഇയ്യോബ് നോക്കിക്കാട്ടെ, 3:1. അനന്തരം ഇയ്യോബ് വായു തുറന്നു. അനന്തരം എന്ന് പറഞ്ഞാൽ 7 ദിവസം സംസാരിക്കാതിരുന്നിട്ട് ഇപ്പോൾ സംസാരിക്കാനായി തുടങ്ങുകയാണ്. ഈ സംസാരിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നേച്ച് സംസാരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞാൽ അടക്കി 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 അങ്ങോട്ട് അകത്ത് വെച്ചേച്ചേ. ഞാനെപ്പോഴും പറയും, പ്രഷർ കുക്കർ പൊട്ടുന്ന പോലെ ഇരിക്കും. കുറേ നേരം ഇതങ്ങോട്ട് 7 ദിവസമായി കേട്ടോ. വേദന പെട്ടെന്ന് അകത്തു നിന്നുള്ളതെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നു. എക്സ്ട്രീംലി ഡേഞ്ചറസ് ടൈം. എന്നാൽ അവിടെയൊക്കെ ഇയ്യോബിൻ്റെ മനുഷ്യത്വം നമുക്ക് കാണാൻ കഴിയും. സാധാരണ മനുഷ്യൻ, നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നാം ഇപ്പോൾ ചിന്തിച്ചതുപോലെ ഒരുപാട് ബുദ്ധിശൂന്യത, അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കും. പോഷനെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വാക്കുകളുടെ നിമിത്തം പൊട്ടിയെന്ന് വിളിച്ചു. എങ്കിലും ഇയ്യോബിൻ്റെ ദൈവഭക്തിയുടെ ആഴം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഭോഷൻ എന്ന് പറയാനൊക്കത്തില്ല. ആ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന ബുദ്ധിശൂന്യമായ വാക്കുകളെന്നേ പറയത്തുള്ളൂ. ബുദ്ധിശൂന്യമായ വാക്കുകൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ചിലപ്പം ബുദ്ധിശൂന്യമായ ചില വാക്കുകൾ അങ്ങ് പ്രഷർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞു, ഫിലിപ്സ് ബ്രൂക്സ് ആകട്ടോ, ഈ വെൻ ഗോഡ്സ് ഹാൻഡ് ഈസ് ബിഹൈൻഡ് യു ഇൻ ഈസ് ഹെവി അപ്പോൺ യു എന്ന് പറഞ്ഞാൽ, ഈ വേദന വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ശിക്ഷണത്തിൻ്റെ കരം നമ്മുടെ പുറകിൽ വരുമ്പോൾ നിൻ്റെ കരം വാ പൊത്തിക്കോണമെന്ന്. തമ്പുരാൻ്റെ കരം പുറകിൽ നിന്ന് കഠിനമായി വരുന്ന സമയത്ത് നിൻ്റെ കരം നിൻ്റെ വായെ പൊട്ടിക്കോണം. ഞാൻ സാധാരണ വേറെ രീതിയിൽ പറയും, ഈ വെള്ളത്തിന് മുങ്ങുമ്പോൾ വാ പൂട്ടിയിരിക്കുന്നതാണ് നല്ലതില്ലയോ? വെള്ളം കുടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതേ വഴിയുള്ളൂ. ശോധനയുടെ നടുവിൽ മുങ്ങുമ്പോൾ ബി കെയർഫുൾ ഹൗ യു ടോക്ക്. സംസാരിക്കുന്നത് എങ്ങനെയാണ്, നമ്മളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ, പ്രകോപിപ്പിക്കുമ്പോൾ സംസാരം എങ്ങനെയായിരിക്കണം എന്ന് ഓർക്കണം. ഇവിടെ അദ്ദേഹം ബുദ്ധിശൂന്യത വന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? 119 സങ്കീർത്തനത്തിൻ്റെ 96 വാക്യത്തിൽ അദ്ദേഹം ഒരു പെർഫെക്റ്റ് മാൻ ആയിരുന്നു. അങ്ങനെ നമുക്ക് പറയരുതോ? അദ്ദേഹം ദൈവം പറഞ്ഞാണ് നിഷ്കളങ്കനാണ്, നീതിയുള്ളവനാണ്, ഇല്ല ഭക്തിയിലുള്ളവനാണ്, ഇതെല്ലാം ദൈവം പറഞ്ഞു, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. എങ്കിലും ഇവിടെ അദ്ദേഹത്തിന് ഒരു ശൂന്യത, അദ്ദേഹത്തിന് ബുദ്ധിഹീനത കാണും. ഇങ്ങനെയാണ് 119:96 സകല സമ്പൂർത്തിക്കും എന്ന് പറഞ്ഞാൽ ഓൾ പെർഫെക്റ്റ്നെസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ എല്ലാ സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. ചില സമയത്ത് അതങ്ങ് ഫെയിൽ ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാം. ഇത് ഇയ്യോബ് പറയുമ്പോൾ അദ്ദേഹത്തെ വിധിക്കാൻ ഞാനും നിങ്ങൾ ഒരുമ്പെടുകയരുത്. അദ്ദേഹത്തിൻ്റെ കഷ്ടത്തിൻ്റെ ആഴം നമുക്ക് ഊഹിക്കാൻ, കണ്ടിട്ടില്ലെന്ന് വല്ല പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ ഉണ്ടായ കഷ്ടം നമുക്ക് വെറുതെ ഇരുന്നൊന്ന് ഊഹിക്കാൻ പോലും ഒക്കത്തില്ല. സോ ഡീപ്പ്, സോ ഹാർഡ്, അത്ര വേദനയാണ്. 2, ഇങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, എത്ര വലുതായിരുന്നെന്നറിയാമോ? നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ജീവിത പ്രശ്നം വരുമ്പോൾ വേദന പുറത്തുണ്ട്, അത് നമ്മുടെ മനസ്സിനെ കൂടെ ബാധിക്കും. ശരീരം ക്ഷീണിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനസികമായി വലിയ ബലമുള്ളവരൊക്കെ ശരീരം അങ്ങോട്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ ബലമെല്ലാം പോയി. വി ബിക്കം വീക്ക് മെൻ്റലി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കൊരു കാര്യം അറിയാം, ഇതെല്ലാം പൈശാചികൻ്റെ പരിപാടിയാണ്. 2,
നമുക്കൊരു കാര്യം അറിയാം, ദൈവം അനുവദിച്ചിട്ടാണ്. പിന്നെ ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായം വായിച്ചില്ലെങ്കിലും 42-ാമത്തെ അധ്യായം വായിക്കുന്നവരാണ് പലരും. കാരണം എന്താണെന്നറിയാമോ? ദൈവം ഇയ്യോബിനെ ഇരട്ടിയായി പകരം കൊടുത്തു. എന്തോ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലയോ? അപ്പോൾ അതും കൂടെ അറിയാവുന്നത് കൊണ്ട് ഇത് വായിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഇയ്യോബിന് ഇതൊന്നും അറിയത്തില്ല. ഈ അദൃശ്യമായി നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് നടക്കുക. ആ ഭക്തനായ മനുഷ്യൻ അറിയത്തേയില്ല. ദൈവം അനുവദിച്ചതാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കരഞ്ഞു പോയത്, പറഞ്ഞു പോയത്. എങ്കിലും നമുക്ക് അനുവർത്തിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രമാണം ഞാൻ പറയാം. നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് എല്ലാ കാലത്തും ഏത് മേഖലയിലും നല്ലത്. ഇഫ് യു ഡോണ്ട് നോ, ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. അറിയാവുന്നത് ദൈവമാണല്ലോ, നമുക്കറിഞ്ഞുകൂടാ. ഇദ്ദേഹത്തെ മാത്രമൊന്നും നോക്കണ്ട. യെരമ്യാവിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നമ്മളിപ്പോൾ വായിക്കുന്നില്ല എങ്കിലും, യെരമ്യാ പ്രവാചകൻ ഉണ്ടോ, ഉദരം മുതൽ വേർതിരിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലയോ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ച് തിരഞ്ഞെടുത്ത് പ്രവാചകനായി നിയമിച്ച് ബാലനായിരുന്നപ്പോൾ ദൈവം നിയോഗിച്ച ഒരു മനുഷ്യനാണ് യിരെമ്യാവ്. അദ്ദേഹത്തിൻ്റെ വേദന അങ്ങോട്ട് വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെന്ന്. അപ്പോൾ നോക്കിക്കോണേ, ഏത് ഭക്തനും ഇങ്ങനെയുള്ള ശോധനകൾ വന്നു ചേരാൻ സാധ്യത. ഇവിടെയാണ് നമുക്ക് ദൈവകൃപയുടെ ആവശ്യം. വി നീഡ് ഗ്രേസ്. കഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സമ്മർദ്ദം വരുമ്പോൾ നിൽക്കാൻ നമുക്ക് ദൈവകൃപ, ഗ്രേസ് ഓഫ് ഗോഡ്. ഇവിടെ വാസ്തവത്തിൽ വേണ്ടി വന്നിരുന്നത് നാവിനെ നിയന്ത്രിക്കാനുള്ളൊരു കൃപയായിരുന്നു ഇവിടെ വേണ്ടി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു കേട്ടോ, 141-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം ഭാഗത്ത്, യഹോവേ എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ കാക്കണം. അതുകൊണ്ട് ഇത് പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത് 141-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം, യഹോവേ എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണം. ലോർഡ് കീപ് മീ സേഫ്. അത് എന്തൊരു ആവശ്യമാണ്. പക്ഷേ 39-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. 39-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, അവയെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന്. കേട്ടോ, പ്രാർത്ഥിക്കുക മാത്രമല്ല സൂക്ഷിക്കണം. എളുപ്പമുണ്ടല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളൊരു കാര്യം കൂടെ ചെയ്യണം, സൂക്ഷിക്കണം. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട്, ഒറ്റ വാക്കി പറയാം, ഡിസിപ്ലിൻ. സംസാരിക്കുന്നതിനകത്ത് ദൈവകൃപ തരണേന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ സംസാരത്തെ ശിക്ഷണത്തിൽ കൊണ്ടുവരാൻ ദൈവകൃപയോട് ചേർന്ന് ശ്രമിക്കുകയും ചെയ്യണം. ഇയ്യോബ് ഭക്തനായിരുന്നെങ്കിലും തൻ്റെ ജീവിതത്തിൽ ബുദ്ധിശൂന്യത തൻ്റെ വാക്കുകളിൽ ഇവിടെ വെളിപ്പെട്ട് വരുന്നു. എന്നാൽ ഓർക്കണേ, ദൈവത്തിൻ്റെ മക്കൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വാക്കുകളെ സൂക്ഷിച്ചാൽ, പ്രതികരണത്തിൽ സൂക്ഷിച്ചാൽ ദൈവത്തിനേറെ മഹത്വം ഉണ്ടാകും. വേദനയുടെ നടുവിൽ പറയുന്ന ചിലരുടെയൊക്കെ വാക്കുകൾ അനേകരെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു കഥ വായിച്ചു. കിം കോസ്റ്റർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അവളുടെ പ്രത്യേക സ്പോർട്ട് ഇവൻ്റ് സ്കേറ്റിംഗ് ആണ്. അതായത് ഈ മഞ്ഞ കൂടുള്ള സ്കേറ്റിംഗ്. വളരെ ടാലൻറ്റഡാണ്. ഒളിമ്പിക്സിനകത്ത് മെഡൽ കിട്ടാനുള്ള സകല സാധ്യതയും അവരുടെ ടൈം ചെയ്ത് നോക്കുമല്ലോ, അവളത് ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു.
4 വർഷത്തോളം ആ പരിശീലനം. എന്നാൽ അവിടെ പരിശീലനം കഴിഞ്ഞ് ഈ ഇവൻറ്റിന് വേണ്ടി ക്വാളിഫൈ ചെയ്യണമല്ലോ. ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫൈനലിൽ പോകാനൊക്കത്തുള്ളൂ. ക്വാളിഫൈ ചെയ്യുന്ന ഗെയിമിനകത്ത്, ആ ഇവൻറ്റിനകത്ത് 4ാം സ്ഥാനത്ത് വന്നു. ആദ്യത്തെ 3 പേരെ എടുക്കത്തുള്ളൂ. ആ 4ാം സ്ഥാനത്ത് വന്നത് എങ്ങനെയാണെന്നറിയാവോ? 500 സെക്കൻഡ്, 1/500 സെക്കൻഡ്. നിങ്ങൾക്ക് ആ സെക്കൻഡ്, ആ സമയം ഒന്ന് ആലോചിക്കാൻ നോക്കൂ. അതായത് 1 സെക്കൻഡിനെ 500 വിഭാഗിച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്തെ ആ ഒരു സമയ വ്യത്യാസം കൊണ്ട് അവൾക്ക് അവസരം നഷ്ടപ്പെട്ടു. അതിനകത്ത് ശാന്തയായി നിൽക്കുകയാണ് ഈ സ്ത്രീ കേട്ടോ. വലിയ വെപ്രാളവും കരച്ചിലും ബഹളവും ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഡ്രസ്സിങ് റൂമിൽ വന്നപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, കിം, ഇത്രയും നിനക്ക് ആ അല്പത്തിനകത്ത് ഈ നിനക്ക് വലിയ അവസരം നഷ്ടപ്പെട്ടിട്ടേ. അവൾ ചിരിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നില്ല, പക്ഷെ ശാന്തയായി നിൽക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞ്? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യേശുകർത്താവിൻ്റെ പൈതലാണ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. വേദന എന്തോ ഒരു 4 വർഷത്തെ പരിശീലനത്തിനകത്ത് ഒരല്പം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വലിയ നഷ്ടം വന്നപ്പോൾ കൃപയോടെ നിൽക്കാൻ ഉള്ള കഴിവേ, അത് ദൈവകൃപയാണ്. ഇയ്യോബിനിപ്പോൾ അല്പം ബുദ്ധിശൂന്യതയാണ്. എന്നാൽ ദൈവമക്കളായ നമുക്ക് അതിനകത്തൂടെ ഒരു പ്രത്യാശയുടെ വാക്കുകൂടെ പറയണമല്ലോ. നമ്മളെ ദൈവം ശോധന ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ പരാജയപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിലും വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ. ഓർക്കുന്നു ആ വാക്ക് എവിടുന്നാ വന്നതെന്ന്? ലൂക്കോസിൻ്റെ സുവിശേഷം 21:32 പത്രോസേ, നീ സംസാരത്തിൽ തെറ്റാൻ പോവാ. നീ എന്നെ തെറ്റാൻ പോവാന്ന് പറഞ്ഞാൽ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. എങ്കിലും ഞാനൊരു കാര്യം ചെയ്യും, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ. യു മേ ഫെയിൽ ബട്ട് യു വിൽ നോട്ട് ബി ലോസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന പുറകിലുണ്ടെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ഇത്രയും ബുദ്ധിശൂന്യത പറഞ്ഞെങ്കിലും തമ്പുരാൻ്റെ കരത്തിലാണ് അദ്ദേഹം കേട്ടോ, ദൈവത്തിൻ്റെ കരത്തിലാണ് അദ്ദേഹം. മീഖാപ്രവചനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഭക്തൻ വീഴുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി നീ സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേക്കും. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഐ വിൽ റൈസ് അഗൈൻ. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രത്യാശ ഇല്ലയോ? അപ്പോൾ വായി തുറന്നു ബുദ്ധിശൂന്യതയൊക്കെ പറഞ്ഞു. എങ്കിലും ശ്രദ്ധിച്ചോണേ, എന്ന അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും, പരാജയപ്പെട്ടെന്നല്ല ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജോബ് ഫെയിൽഡ് ബട്ട് സൈറ്റൻ വാസ് ഡിഫീറ്റഡ്. സാത്താൻ തോറ്റുപോയി. ഇയ്യോബിനൊരല്പം ബലഹീനത വന്നു, ശരിയാണ്, പക്ഷേ സാത്താൻ തോറ്റു. സാത്താൻ ദൈവത്തോട് പറഞ്ഞ എന്നാന്നറിയാവോ? അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് അവൻ നിന്നെ ശപിക്കും, നിന്റെ മുഖത്തു നോക്കി ശപിക്കും. ജനിച്ച ദിവസത്തെ ശപിച്ചെങ്കിലും ശ്രദ്ധിച്ചോ, അവൻ്റെ ദൈവത്തെ അവൻ ശപിച്ചില്ല. സാത്താൻ ഇങ്ങനെ കാതോർത്തിരിക്കുക. എന്തിനാണെന്നറിയാം? ഇപ്പം തള്ളിപ്പറയും, ഇപ്പോൾ ശപിക്കും. വേദനയുടെ പാരമ്യം വന്നപ്പോൾ അറിയാതെ ജനിച്ച ദിവസത്തെയൊക്കെ ശപിച്ചു കേട്ടോ. എങ്കിലും ദൈവത്തെ ശപിച്ചില്ല. ദൈവത്തെ ശപിക്കാനൊക്കത്തില്ല. അല്ലെ, ജനിച്ച ദിവസത്തെയും ശപിക്കരുത്. കാരണം 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
അതിനു മുമ്പേ ഈ ഈ സാത്താനെ ജയിക്കാനുള്ള ഒരു വഴിയുടെ ഈയിടെ ഞാനൊന്ന് വായിച്ചു, എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ ഭാര്യയെ കൂടെ വന്ന് കൊടുത്ത ആലോചന എന്നാണെന്നറിയോ? പിശാചാ പറഞ്ഞത്, അതായത് ഭാര്യയല്ല പറഞ്ഞ്. ദൈവത്തെ ത്യജിച്ച് അവനെ തള്ളിപ്പറഞ്ഞ് ശപിക്കണം, ഇല്ലേ? ഇയ്യോബ് ചെയ്തത് എന്നാണെന്നറിയാവോ? അതിന് നേരെ വിപരീതമായ ക്രിയയാണ് ചെയ്തത്. തള്ളിപ്പറയേണ്ടതിന് പകരം ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ ജയിക്കാനുള്ളൊരു മാർഗം പിശാച് എന്തോ പറയുന്നു അതിൻ്റെ നേരെ എതിരങ്ങ് ചെയ്തേച്ചാൽ മതി. അവൻ ചില കാര്യത്തിലേക്ക് ആകർഷിക്കുമ്പോൾ ഡു ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അപ്പോൾ ഭാര്യയും കൂടെ പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ച് തള്ളിപ്പറഞ്ഞേക്കണം പറഞ്ഞു. നേരെ വിപരീതമായ കാര്യമാണ് ചെയ്ത്. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി നോക്കാട്ടെ, എന്തുകൊണ്ട് നമ്മൾ ഈ ജനിച്ച ദിവസത്തെയും ശപിക്കരുത്? ഒന്ന്, ആ ദിവസം ദൈവം ഉണ്ടാക്കിയതാ, ഇല്ലയോ? God made it. This is the day the Lord has made. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം? We will rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച്. അപ്പോൾ തമ്പുരാൻ ഉണ്ടാക്കിയതിനെ കുറിച്ച് വേദപുസ്തകത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്തോ ഉണ്ടാക്കിയാലും അത് നല്ലതാണ്, അങ്ങനല്ലയോ? വാട്ട് എവർ ഈ ക്രിയേറ്റഡ് ഈസ് ഗുഡ്. അപ്പോൾ തമ്പുരാൻ ഉണ്ടാക്കിയ ദിവസമാണെങ്കിൽ ആ ദിവസം നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ശപിക്കാൻ സാധ്യമേ അല്ല. രണ്ട്, ഇന്ന് നമുക്ക് വേദന ഉണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ ദിവസത്തെ എന്തിനാ ശപിക്കുന്നേ? ഇദ്ദേഹം ഇപ്പോൾ വേദനയിൽ കൂടെ പോവാ കേട്ടോ. ഇപ്പോൾ വേദനയിൽ കൂടെ, ഇന്നുകൾക്കുള്ള വേദന കൊണ്ട് അന്നത്തെ ദിവസത്തെ എന്തിനാ ശപിക്കുന്നേ? എൻ്റെ ആവശ്യമില്ല. ദൈവത്തിനെല്ലാം നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ വെറുതെ, ഇത് പുസ്തകത്തിനകത്തുള്ളതല്ല, എൻ്റെ ചിന്ത ഞാൻ പറയാം. ഇദ്ദേഹം ഉണ്ടായ ദിവസത്തിൽ വേറെ എല്ലാ ആളുകളൊക്കെ ജനിച്ചില്ലയോ? അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ അധികാരം ആ ദിവസത്തെ ശപിക്കാൻ? അനുഗ്രഹിക്കപ്പെട്ട അനേകരുണ്ടല്ലോ. അപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളായത്. ജനിച്ച ദിവസത്തെ ശപിച്ചു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോകുന്ന ചിന്ത, ഞാൻ ജനിച്ചു, അത് ശരിയാണ്, എന്നാൽ എന്നെ വളരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കായിരുന്നല്ലോ. മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിനാ? 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ. എന്നെ എൻ്റെ അമ്മ ഊട്ടി വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിശ്രമിക്കുമായിരുന്നല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ ജീവിക്കുന്നത് എന്തിനാ? വൈ ഷുഡ് വി ലിവ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വേദനയിൽ കൂടെ പോകുമ്പോൾ അതെ, എന്തിന് ജീവിക്കണം? ഈ വാക്ക് കേട്ടിട്ടില്ലയോ? ഇനി എന്തിന് ജീവിക്കണം? ഇയ്യോബിൻ്റെ ഉള്ളിൽ കൂടെ ആ ചോദ്യം വന്നെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല. ഇനി എന്തിന് ജീവിക്കണം? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ, എന്തിനാ ജീവിക്കേണ്ടത്? അദ്ദേഹം ജീവിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ ദൈവത്തെ അവൻ അറിയുമായിരുന്നു. ജീവിച്ചത് കൊണ്ടാണ്, ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കാൻ അനുവദിച്ചത് കൊണ്ടാണ് വലിയവനും സൃഷ്ടാവുമായ യഹോവയായ ദൈവത്തെ അറിഞ്ഞ് യഹോവ ഭക്തനായി ജീവിക്കാനുള്ള സൗഭാഗ്യം ആ മനുഷ്യന് ലഭിച്ചത്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, എത്ര വലിയത്. രണ്ട്, ജീവിച്ചത് കൊണ്ടല്ലേ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം കിട്ടിയത്. ഇപ്പം ഇന്ന് വേദനയുടെ നടുവിൽ ചിന്തിക്കുക ജീവിക്കുന്നത് എന്തിനാണ്? ഒന്നൊരു പുറകോട്ടൊന്ന് നോക്കി, ടൺസ് ഓഫ് മേഴ്സീസ്, 10 മക്കളും അതിൻ്റെതായ ചുറ്റുപാടും അനുഗ്രഹങ്ങളും. അത് മാത്രമല്ല, ജീവിക്കാൻ അനുവദിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി അനുഭവിക്കാൻ ഈ മനുഷ്യനിടയായത്. 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുതയുമായി മൃഗസമ്പത്ത്, ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടല്ലേ ഇതെല്ലാം അനുഭവിച്ചേ. ബിക്കോസ് ഹി ലിവ്ഡ്.
ജീവിതത്തിന് ഉദ്ദേശമുണ്ടോ? നിശ്ചയമായ ഉദ്ദേശമുണ്ട്. എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചു പോകരുത്. ഇയ്യോബിന് സ്തോത്രം ചെയ്യാനുള്ളൊരു വഴിയൂടെ ഉണ്ടായിരുന്നു. ഇയ്യോബ് ഈ ലോകത്തിൽ ജീവിച്ചത് കൊണ്ടാണ്, ജീവിക്കുന്നത് എന്തിനെന്നാണല്ലോ അദ്ദേഹം ജീവിച്ചത് കൊണ്ടാണ് അനേകരെ അനുഗ്രഹിച്ചത്. നമ്മളെ 31-ാം അധ്യായം വായിക്കുമ്പോൾ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ മറ്റുള്ളവരെ അനുഗ്രഹിച്ച ചില കഥകൾ അതിനകത്തുണ്ട് കേട്ടോ. ഇങ്ങനെ നാം വായിക്കുന്നു: ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയനല്ലയോ അവനെയും ഉരുവാക്കിയത്. അതായത് ആവശ്യക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചോണേ, ഞങ്ങളെ ഉദരത്തിൽ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ. ഇനിയും അടുത്തത് ശ്രദ്ധിക്കുക: ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ. അതിൻ്റെ അർത്ഥം എന്നാന്ന്? മുടക്കിയില്ലെന്ന് അതിൻ്റെ അർത്ഥം. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയിട്ടില്ല. 2, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചില്ല. അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് ആഹാരം കഴിച്ചെങ്കിൽ. അങ്ങനെ ചെയ്തിട്ടില്ല. ജീവിക്കാൻ ദൈവം അനുവദിച്ചതുകൊണ്ട് ദരിദ്രനെയും വിധവമാരെയും അനാഥനെയും അനുഗ്രഹിക്കാനുള്ളൊരു ഭാഗ്യം ഇയ്യോബിന് കിട്ടി. പലരും ചിന്തിക്കും ഇത് വലിയ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. ഒട്ടകത്തെയും ആടിനെയും മാടിനെയും കിട്ടുന്നത് വലിയ അനുഗ്രഹമാണ്. ഈ അനാഥനെയും ദരിദ്രനെയും സങ്കടം അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ഈ സ്വീഡിഷ് ഭാഷയിലെ ഒരു ചൊല്ലുണ്ട്: ഷെയർഡ് ജോയ് ഈസ് ഡബിൾഡ് ജോയ് എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്ന സന്തോഷം ഇരട്ടിക്കുന്ന സന്തോഷമാണ്. ഉണ്ടോ? ഈ ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണിത്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ജീവിക്കുന്നവരെല്ലാം നിരാശയിലേ ജീവിക്കത്തുള്ളൂ. ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലുണ്ടല്ലോ ഇതുപോലെ സന്തോഷമുള്ളൊരനുഭവം. നമുക്കെല്ലാം അറിയാം. ഒരു ദിവസം എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ കർത്താവ് അനുവദിച്ചേച്ച് വീട്ടിലോട്ട് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം, ഇല്ലയോ? കർത്താവേ, ആ ഭവനത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നീ കൃപ തന്നല്ലോ, സന്തോഷിപ്പിക്കാൻ കൃപ തന്നല്ലോ, വേദനയിൽ ഇരിക്കുന്നവരെ ഒന്ന് തൊടാൻ നീ അനുവദിച്ചല്ലോ. ഇയ്യോബ് ജീവിച്ചത് കൊണ്ടല്ലേ ഈ ഭാഗ്യം ലഭിച്ചത്. ജീവിച്ചില്ലായിരുന്നെങ്കിൽ ഭാഗ്യം ലഭിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അറിയാതെ അദ്ദേഹം ബുദ്ധിഹീനത പറഞ്ഞു. ഇനി നോക്കട്ടെ, അദ്ദേഹം ഉടനെ മരിക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ്. അതായത് 17 മുതൽ 19 വരെയുള്ള ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാനതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് പറയാം. ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിച്ചേരാൻ വലിയ ആഗ്രഹം. വിശ്രമമില്ലയോ? ഇവിടെ ലോകം മുഴുവൻ കഷ്ടതയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയല്ലാമെങ്കിൽ അവിടെ വിശ്രമിക്കാം. ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു. 3:13. അത് മാത്രമല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. വലിയ ചിന്തകനാണ് കേട്ടോ. അതായത് ഈ ഭൂമിയിൽ ഏകാന്തവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും 14-ാം വാക്യമാണ്, മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരോടും കൂടെ പാർക്കാനുള്ള അവസരം എവിടാന്നറിയോ? മരണം കഴിഞ്ഞേ വിശ്രമിക്കുന്ന സ്ഥലത്ത്. അങ്ങ് എന്തൊരു ഭാഗ്യമോ! അദ്ദേഹം പറയും, എന്തൊരു ഭാഗ്യമോ! ഇവിടെ സ്വഭവനങ്ങൾ പറഞ്ഞ് തണിച്ചു പാർക്കാൻ ആഗ്രഹിച്ച ഭൂരാജാക്കന്മാരോടൊപ്പം ജീവിക്കുക. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുക, ഞാൻ മരിച്ചെങ്കിൽ നന്നായിരുന്നു. ബുദ്ധിഹീനതകളൊക്കെയാണ്. പ്ലേസ് ഓഫ് ഇക്വാളിറ്റി, ചെറിയവനും വലിയവനും. 19-ാം വാക്യം അവിടെ ഒരുപോലെ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച കാര്യം 17-ാം വാക്യം, അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു. നോ മോർ പെയിൻ. ആരും ഉപദ്രവിക്കുകയില്ലല്ലോ. വളരെ സന്തോഷം, വളരെ സന്തോഷം. അടുത്തതായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ വരുന്ന ചോദ്യം ഇങ്ങനെ നാം 20-ാമത്തെ വാക്യത്തിൽ കാണും: അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്ത്? വൈ ഷുഡ് സഫറിങ് പീപ്പിൾ ലിവ്? വൈ സഫറിങ് മാൻ ഷുഡ് ലിവ്? വേദന അനുഭവിക്കുന്നവൻ എന്തിന് ഈ ഭൂമിയിൽ
ജീവിക്കണം. ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കും. ദൈവം ഈ ജീവിത വേദനകളിൽ കൂടെ പോകുന്നവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കണം. അതായത് ദൈവത്തെ അറിയാത്ത ജനത്തെ, അവർ വേദനയിൽ കൂടെ പോകുമ്പോൾ ദൈവം അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിൻ്റെ കാരണം ഈ വേദനയിൽ കൂടെ ദൈവത്തെ അറിയാനുള്ളൊരു അവസരം കൊടുക്കുക. അവസരം കൊടുക്കാതെ പോയെങ്കിൽ നഷ്ടമില്ലയോ? ഫോർ ദ അൺബിലീവർ ഗോഡ് ഈസ് ഗിവിങ് ടൈം. എന്നാൽ വിശ്വാസിയോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മുടെ പ്രധാന വിഷയം, ഇല്ലേ? നമുക്കെന്തിനാ ഈ വേദനയുടെ നടുവിൽ ഈ വേദനയോടുകൂടെ ജീവിക്കാൻ ദൈവം ഒരു കാലം അനുവദിക്കുന്നതിൻ്റെ കാരണം? ഒന്ന്, പൊന്നുപോലെ ശോധന ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടാൻ. 23-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്ക്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ. അപ്പോൾ ഈ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകാൻ വിശ്വാസിയെ അനുവദിക്കുന്നത്, വേദനയിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടം തമ്പുരാൻ അനുവദിക്കുന്നത് വിശുദ്ധീകരിക്കാനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൃദയത്തെ ശോധന ചെയ്താൽ അതിനോട് 100 പ്രാവശ്യം ആമേൻ പറയും. ദൈവത്തിൻ്റെ പ്രമാണം പഠിക്കാൻ ദൈവം എന്നെ കഷ്ടങ്ങളിൽ കൂടെ അയച്ചത് എനിക്ക് ഗുണമായെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടില്ലയോ? അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെയുള്ള, അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട്, വൈ? ദുഃഖിതൻ എന്തിന് ജീവിക്കണം? അവനങ്ങ് പോയാൽ പോരെ? യോബിന് അറിയാത്തൊരു കാര്യമാണ്, പുതിയ നിയമവിശ്വാസിക്കറിയാം. ദൈവം ആ ശോധനയുടെ നാളുകളിൽ കൂടെ ജീവിക്കാൻ ഒരു വിശ്വാസിയെ അനുവദിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ വിശ്വാസ ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും ശോധന ചെയ്ത് വിശുദ്ധീകരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. 2, വേദനകളൊക്കെ ചിലപ്പോൾ നമ്മെ ചില ആത്മീക തോൽവിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. 119-ാം സങ്കീർത്തനത്തിൻ്റെ 67-ാം വാക്യം, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയെന്ന് കേട്ടോ, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഉണ്ടല്ലോ, ഞാൻ അങ്ങ് തെറ്റിപ്പോയതാ. ഇപ്പോഴ് അതിനകത്തൂടെ പോയി കഴിഞ്ഞപ്പോൾ നിന്റെ വചനത്തെ ഞാൻ അകത്തൂടെ ചിന്തിച്ചേ. ചില പ്രതിസന്ധിയിൽ കൂടെ കടത്തി വിട്ടത് ചില ആത്മീക വിപത്തിൽ നിന്ന്, കണ്ടോ, ആത്മീക വിപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ, അല്ലയോ? 100% ശരിയാ. അതില്ലായിരുന്നെങ്കിൽ ആ പടുകുഴിയിൽ വീണുപോയനെ. വീഴരുതെന്ന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഒന്ന് മുടക്കി. ഞാനിങ്ങനെ ഭാവനയിലൊരു കാര്യം പറയാം. ചിലരിങ്ങനെ ടൂറിന് പോകാനൊക്കെ ആഗ്രഹിക്കും, പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ. അപ്പം തമ്പുരാന് ചിലരെ കുറിച്ച് അറിയാം, ഇവൻ പോയാൽ അതുവഴി പോകുന്ന പോക്കിൽ ചിലപ്പോൾ വീഴാൻ. ഒരിക്കലും വരാത്ത പനി 2 ദിവസം മുമ്പേ ഇങ്ങ് വന്നു. പോകണമെന്ന് ആഗ്രഹിച്ചതാണ് കേട്ടോ, പോകാനൊട്ടും ഒത്തുമില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ചിലപ്പോൾ ഇങ്ങനെ അടച്ചു പൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ? പോകരുതാത്തടുത്ത് പോകാതെ നമ്മെ രക്ഷിക്കാനാണ്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 3, 1 ശുദ്ധീകരണം. 2, എന്തിനാ ജീവിക്കുന്നത്? വേദന അനുഭവിക്കുന്നവർ എന്തിനാ ജീവിക്കുന്നത്? 1 ശുദ്ധീകരണം, 2 വിപത്തുകളിൽ നിന്നുള്ള രക്ഷ, ആത്മീക വിപത്തുകളിൽ നിന്നുള്ള രക്ഷ, 3 കർത്താവിന് ഒരു സാക്ഷിയായിരിക്കാനുള്ളൊരവസരം. 5 വർഷം മുമ്പാന്നല്ല, 70-ാമത്തെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുകയൊക്കെ ചെയ്ത് യൂട്യൂബിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈയിടെ 70-ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചൊരു സ്ത്രീയെക്കുറിച്ച് കേട്ടു.
ജോണി എറിക്സൺ എന്നാണ് പേര്. 70 years. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്താ വലിയ പ്രത്യേകതയാണ് കേട്ടോ. 17 വയസ്സായിരുന്നപ്പോൾ സഹോദരിമാർ രണ്ടുപേര് കൂടി ചെസിപ്പിക് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി ഡൈവ് ചെയ്ത. ആഴം കുറഞ്ഞ സ്ഥലത്താണ് ജോണി ചാടിയത്. തല ചെന്ന് പാറയിലിടിച്ചു. കഴുത്തിന് താഴോട്ട് തളർന്നുപോയി. ക്വാഡ്രാപ്ലജിക് എന്ന് പറയും. കൈ അനങ്ങത്തില്ല, കാലനങ്ങത്തില്ല, ശരീരത്തിൻ്റെ അന്തരാഭാഗമൊക്കെ വെക്കും, പക്ഷെ ഇവിടെ ഒന്നും ഒരു ചലനവും ഇല്ല. ആദ്യമൊക്കെ തമ്പുരാനോട് വലിയ കയ്പായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ ഇടപെട്ട് വിശ്വാസത്തിൽ അങ്ങ് ഉറപ്പിച്ചു. ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തിൽ അങ്ങ് ഉറച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കണേ സഹായം വേണം. രാവിലത്തെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സഹായം വേണം. ചുറ്റുപാടുള്ള സഹോദരങ്ങളും താൻ ആരാധിക്കുന്ന ആലയത്തിലെ സഹോദരിമാരും ഒക്കെ കടന്നു വന്ന ആ സ്ത്രീ പറഞ്ഞ് രാവിലെ 2 മണിക്കൂർ അവരുടെ ബന്ധപ്പാടാ. ഒരുമാതിരി പ്രസൻറ്റബിളായിട്ട് ഇരുത്തണ്ടായോ 2 മണിക്കൂർ. ആ പ്രായം മുതൽ ഇന്ന് വരെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു കിടക്കണമെന്ന് ചിന്തിച്ചെന്ന് വിചാരിച്ചു. ഭർത്താവ് തിരിച്ചു കിടത്തണം. 17-ാമത്തെ വയസ്സിൽ ഇത് ആപത്ത് വരുമ്പം ഭർത്താവൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ ജീവിതത്തിലൊരു തീരുമാനമെടുത്തു ഈ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ. ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സ്പോർട്സ്മാൻ. അപ്പോൾ രാത്രിയിലൊന്ന് തിരിഞ്ഞു കിടക്കണേ ആ ഭർത്താവ് ഒന്ന് സഹായിക്കണം. ഇപ്പം പ്രായമായപ്പോൾ പ്രയാസം കൂടി. നമുക്കൊക്കെ കവം കെട്ടിയാൽ ചുമയ്ക്കാവില്ലേ? ഇപ്പോൾ ക്ഷീണിച്ച് ചുമയ്ക്കാനുള്ള ബലമില്ല. അതുകൊണ്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തട്ടിയും കൊട്ടിയും വേണം അകത്തുള്ള കവം പുറത്തു കൊണ്ടുവരാൻ. എങ്കിലും ടി വിയിൽ കൂടെ പാടും, പ്രസംഗിക്കും, വിളിക്കുന്ന ആലയങ്ങളിൽ യാത്ര ചെയ്ത് അദ്ദേഹം കൊണ്ടുപോകും, സ്റ്റേജിൽ എടുത്തു വെക്കും, പ്രസംഗിക്കും. ജീവിച്ചിരിക്കാൻ അനുവദിച്ചത് എന്തിനാന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ? സ്വർഗത്തിലൊരു കണക്കുണ്ട്. അവളിൽ കൂടെ രക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസികൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ. ആ സ്ത്രീയെ കാണാൻ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഞാനൊരു പ്രസംഗകരുടെ കോൺഫറൻസിൽ സുവിശേഷ വേലയെക്കുറിച്ചുള്ള താല്പര്യം കൊണ്ട് പോയി ആംസ്റ്റർഡാമിൽ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കാലമാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വലിയ 10,000 സുവിശേഷകരിപ്പോൾ ഞാൻ എൻ്റിലായിരിക്കുന്നു. അന്ന് അങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നി. ഞാനൊരു സൈഡിലിരുന്നു. ശ്രദ്ധിച്ചോണ്ടിരുന്നപ്പോൾ ഒരു എന്തോ ഉരുളുന്ന പോലെ ശബ്ദം കേട്ടു. വീൽ ചെയറായിരുന്നു. അപ്പം ഞാൻ പുറകോട്ട് നോക്കി, വീൽ ചെയറാണ്. മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഇവരാന്ന് മനസ്സിലായി. ഭർത്താവ് തള്ളിക്കൊണ്ട് വരിക. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരിക്കുകയല്ലയോ, ഇത്രയും ക്ലോസ് ആയിട്ട് വേറെ എവിടെ ഇരുന്നേലും കാണത്തില്ലായിരുന്നു. അടുത്തിരിക്കുക. അകത്തോട്ട് വന്നപ്പോൾ ഞാൻ ആ മുഖത്തോട്ട് നോക്കി. ഞാൻ അതിശയോക്തി പറയുകയല്ല, ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ. യോബേ, നിനക്കൊരു സംശയമുണ്ട് ഇല്ലയോ? ദുഃഖിതൻ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്തിനാ? 1 പത്രോസ് 1:7 ദൈവത്തിൻ്റെ മഹത്വത്തിനാകട്ടോ. ജോണി എറിക്സൺ എന്ത് പറയുന്നറിയാം? ഈ ഒരുപാട് പ്രയാസമുണ്ട്. രാവിലെ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നു, 2 മണിക്കൂർ അവരുടെ അധ്വാനം, എൻ്റെ ഭർത്താവിന് രാത്രിയിൽ എന്നെ ശുശ്രൂഷിക്കണം.
വൈ ഷുഡ് ഐ ലിവ് ഇല്ലേ? അവർക്ക് വേണേൽ ചോദിക്കാമായിരുന്നു വൈ ഷുഡ് ഐ ലിവ് എന്ന്. എന്നാൽ ജോണി എറിക്സൺ പറയും, എൻ്റെ ദൈവം മഹത്വം എടുക്കുന്നു. God takes the glory. Praise the Lord. 3-ാമത്തെ അധ്യായം ഇരുളടഞ്ഞ അധ്യായമാണ്. പക്ഷേ 3-ാമത്തെ അധ്യായം ആധ്യാത്മിക പാഠം തരുന്ന അധ്യായമാണ്. ഇയ്യോബിൻ്റെ ദൈവം ഇയ്യോബിനെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ച്, കഥ അവിടെ തീരുന്നില്ല. 42-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠനത്തിൽ അങ്ങനെ വന്നു ചേരാൻ ദൈവം അനുവദിച്ചാൽ ഇരട്ടിയായി അനുഗ്രഹിച്ചു. പിന്നെ ആ കാലഘട്ടം അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ഇന്നുമേ ഈ രാത്രി മിഷൻസ് ഇന്ത്യയുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കാണാൻ ദൈവം നമുക്ക് കൃപ തരുമ്പോൾ ഇയ്യോബ് ഇന്ന് പറയും, ദുഃഖിതൻ ജീവിക്കാൻ അനുവദിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുള്ളത്. ദുഃഖത്തിൽ കൂടെ 1 വർഷം കടന്നു പോകാൻ, 2 വർഷത്തിൽ കൂടെ കടന്നു പോകാൻ, വേദനയിൽ കൂടെ കടന്നു പോകാൻ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചപ്പോൾ മനസ്സിലായില്ല. ഇപ്പം മനസ്സിലാവുന്നു. എൻ്റെ ശുദ്ധീകരണം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.